വികസിത കേരളം എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബിജെപി അധികാരത്തിലെത്തിച്ചിട്ടേ മടങ്ങൂ. ഇത് വാഗ്ദാനമല്ല, ലക്ഷ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ തൊഴിലില്ലായ്മയും വികസന മുരടിപ്പുമാണ്. മലയോര ജനതയെ ശത്രുക്കളായാണ് ഇടത് സർക്കാർ കാണുന്നത്. കേന്ദ്ര പദ്ധതികളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പടം വച്ച് തങ്ങളുടേതെന്ന് പറഞ്ഞ് മേനി നടിക്കുകയാണ്. പിണറായി വിജയനും രാഹുലും സ്റ്റാലിനും ഡൽഹിയിൽ ഒന്നിക്കുകയാണ് ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷനിൽ പങ്കെടുത്ത് കട്ടപ്പനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഒരു സെലക്റ്റീവ് അല്ലേ, ഇവർക്ക് വേണ്ട സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയം 24/7 ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരു സെൻസ് കാണുന്നില്ല. ഒരു ദിവസം അവർ പറഞ്ഞു ഹൈവേ ഞങ്ങൾ ചെയ്താണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ല, ആകെ ഇവിടെ നടന്നൊരു ഹൈവേ ആണ്. അതിൻ്റെയും ക്രെഡിറ്റ് മരുമകൻ എടുക്കാൻ നോക്കുന്നു. ഇത് ചെയ്തത് NHA ആണ്, അത് ചെയ്തത് നരേന്ദ്രമോദിജിയും നിതിൻ ഗഡ്കരിയാണ്. NHA ഇതിൻ്റെ ഒരു പൂർണ്ണ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. NHA എത്രയോ ലക്ഷം കിലോമീറ്റർ ഗ്ലോബൽ ക്വാളിറ്റിയിൽ ഹൈവേ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്, ലോകത്തിൽ പറഞ്ഞ ഒരു ഓർഗനൈസേഷനാണ്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, അതിൻ്റെ എന്തായിരുന്നു കാരണം. അത് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആയിരുന്നോ, കോൺട്രാക്ടറിൻ്റെ തെറ്റായിരുന്നോ, അതിന് സർവേൻ്റെ ആയിരുന്നോ, DPRൻ്റെ ആയിരുന്നോ, ഇത് കണ്ടുപിടിക്കണം. പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ കൈവിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് പോളിറ്റിക്സാണ്. ഇതിൽ ചില ദിവസം അത് നമ്മളെ പ്രോജക്റ്റാണെന്ന് പറയാം, മറ്റേ ദിവസം നമ്മുടെ പ്രോജക്റ്റ് അല്ല എന്നും പറയാം. നാളെ വിഴിഞ്ഞുള്ള എന്തെങ്കിലും നടന്നാൽ അവർ പറഞ്ഞ് വിഴിഞ്ഞ് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല, മറ്റേടത്ത് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല. നടക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.